നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പാൻ കാർഡും ആധാർ കാർഡും ഉള്ളവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ 1000 രൂപ അടയ്ക്കേണ്ടി വരും. നിരവധി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം, പാൻ കാർഡും ആധാർ കാർഡും ഇന്ന് എല്ലാ ഇടപാടുകൾക്കും, സാമ്പത്തിക ഇടപാടുകളായിക്കോട്ടെ, മറ്റ് രേഖകളുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ട സാഹചര്യങ്ങളായിക്കോട്ടെ, എല്ലാ സാഹചര്യത്തിലും നമുക്ക് പാൻ കാർഡും ആധാർ കാർഡും ഇന്ന് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിലും ആധാർ കാർഡ്, അതുപോലെ തന്നെ പാൻ കാർഡ് എന്നിവയെല്ലാം തന്നെ അത്യന്താപേക്ഷിതമാണ്. 2026 ആകുമ്പോഴേക്കും വിവിധ മാറ്റങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് ആധാർ നിയമത്തിൽ മാറ്റം വരുന്നത്. ആധാർ കാർഡും പാൻ കാർഡും ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രേഖയായി മാറിയിരിക്കുകയാണ്. ഒരു സിം കാർഡ് എടുക്കുന്നത് മുതൽ ബിസിനസ് ഇടപാടുകൾ വരെ എല്ലാത്തിനും ആധാർ കാർഡുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നത് തൊട്ട് വലിയ ഇടപാടുകൾ വരെയുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും പാൻ കാർഡുകളും അത്യാവശ്യമാണ്. സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമക്കൽ, മറ്റ് തട്ടിപ്പുകൾ എന്നിവയെ ചെറുക്കുന്നതിന് ആധാറും പാൻ കാർഡുകളും ലിങ്ക് ചെയ്യാൻ സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 അവസാനിക്കുകയാണ്. ആധാറും പാൻ കാർഡുകളും ലിങ്ക് ചെയ്തില്ല എങ്കിൽ 2026 ജനുവരി 1 മുതൽ 2 രേഖകളും നിർജ്ജീവമാകും. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനായി ആദായ നികുതി വകുപ്പിന്റെ www.incometaxindia.e-filing.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. ഇടതുവശത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് താഴെ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പുതിയ പേജ് തുറക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ പാൻ നമ്പർ, ആധാർ നമ്പർ, നിങ്ങളുടെ ആധാർ കാർഡിലെ പേര് എന്നിവ നൽകാൻ സാധിക്കും. ഇതിനുശേഷം നിബന്ധനകളും വ്യവസ്ഥകളും വായിച്ച് ശരിയായി നൽകിയ ശേഷം ക്യാപ്ച കോഡ് പൂരിപ്പിച്ചുകൊണ്ട് ഇവ പൂർത്തിയാക്കാൻ സാധിക്കും. സമയപരിധിക്ക് ശേഷം ലിങ്ക് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ പിഴയടക്കേണ്ടി വരും. ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ലാപ്ടോപ്പുകളോ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ CSC സെന്ററുകളെയോ മറ്റ് ഓൺലൈൻ സേവനങ്ങളെയോ സമീപിക്കാവുന്നതാണ്. ആധാറും പാനും ടെക്സ്റ്റ് മെസ്സേജ് വഴിയും ലിങ്ക് ചെയ്യാം. നിലവിൽ ആധാർ കാർഡും പാൻ കാർഡും കൈവശമുള്ളവർ ഇവ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും സാധിക്കും. ലിങ്ക് ആധാർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും നൽകുക. വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മറുപടിയായി ഇതിൽ ഏതെങ്കിലും ഒരു സന്ദേശം ലഭിക്കും. നിങ്ങളുടെ ആധാർ ഇതിനകം പാനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആധാർ പാൻ ലിങ്കിങ് അഭ്യർത്ഥന തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ല. ഇവയിൽ ഏതെങ്കിലും ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിർബന്ധിത ലിങ്കിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാർ, അതായത് NRI-കാർ, ഇന്ത്യൻ പൗരന്മാരല്ലാത്ത വ്യക്തികൾ, മുൻ വർഷത്തിൽ ഏത് സമയത്തും 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വ്യക്തികൾ, ആസാം, മേഘാലയ, ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിലെ താമസക്കാർ എന്നീ വിഭാഗങ്ങളെ ഈ ഒരു നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ആധാറും പാൻ കാർഡും ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.